നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വിദ്വേഷ പ്രചാരണം നടത്തി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാൽ വിലപ്പോവില്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുസ്ലിം ലീഗിന്റെ മതേതര നിലപാട് കേരളം അംഗീകരിച്ചതാണെന്നും അവർ ദുർബലരായാൽ ആ സ്പേസിൽ മറ്റുള്ളവർ കടന്നുവരുമെന്നും വി ഡി സതീശൻ. പുതിയ UDF സർക്കാരിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ. വിദ്യാഭ്യാസ വകുപ്പ് നൽകിയേക്കുമെന്ന് സൂചന. ഷംസുദ്ദീൻ മന്ത്രിയാകുന്നതിന്റെ ആഹ്ലാദത്തിൽ മണ്ണാർക്കാടും സ്വന്തം നാടായ തിരൂരും. പോലീസ് കുറ്റപത്രം സമർപ്പിച്ചില്ല. അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളി ആൾക്കൂട്ട ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട കേസിലെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. റിമാൻഡിൽ 90 ദിവസം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് മണ്ണാർക്കാട് SC/ST കോടതി പ്രതികൾക്ക് ജാമ്യം നൽകിയത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന തുടങ്ങി മോട്ടോർ വാഹന വകുപ്പ്. വേഗപ്പൂട്ട്, GPS, ഫസ്റ്റ് എയ്ഡ് എന്നിവ നിർബന്ധം. ബസ് ഡ്രൈവർമാർക്ക് പ്രത്യേക സുരക്ഷാ പരിശീലനവും നൽകും. കുമരംപുത്തൂരിൽ പഞ്ചായത്ത് ഭരണസമിതിയും പാർട്ടിയും തമ്മിൽ ഭിന്നിപ്പില്ലെന്ന് CPM. പഞ്ചായത്ത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറുകാരന് വഴിവിട്ട് പണം നൽകരുതെന്ന മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും അപവാദ പ്രചരണത്തിന് പിന്നിൽ തൽപര കക്ഷികളെന്നും നേതാക്കൾ. 2.5 കോടി രൂപ വിനിയോഗിച്ച് നവീകരിച്ച റോഡ് 2 മാസം തികയും മുമ്പേ തകർന്നു. കരിമ്പുഴ കൂട്ടിലക്കടവ് റോഡിലാണ് വൻഗർത്തം രൂപപ്പെട്ടത്. റോഡിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ്. വിശദമായ വാർത്തകൾ നോക്കാം. കേരളത്തിൽ വിദ്വേഷ പ്രചരണം നടത്തി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെരഞ്ഞെടുപ്പിൽ ശക്തമായ മതേതര നിലപാടിൽ കേരളം അടിയുറച്ചു നിന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പിന്തുണയും കൂടിച്ചേർന്നതുകൊണ്ടാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം തിരുവനന്തപുരത്ത് ലീഗ് നേതാക്കളെ സന്ദർശിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, MP മാരായ അബ്ദുസമദ് സമദാനി, ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ് തുടങ്ങിയ നേതാക്കളെ കണ്ടു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിന്റെ ശക്തികേന്ദ്രം കൂടിയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ ശക്തമായ മതേതര നിലപാട് കേരളം അംഗീകരിച്ചതാണ്. കേരളത്തിൽ പല സന്ദർഭങ്ങളിൽ വിദ്വേഷ പ്രചരണം നടത്തി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം നടത്തി. മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ സ്പേസിൽ മറ്റുള്ളവർ കടന്നുകൂടുമെന്നും എല്ലാവരും ഒന്നിച്ച് നാടിനെ മാറ്റാനുള്ള ശ്രമത്തിലാണെന്നും വി ഡി സതീശൻ ആവർത്തിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മുടെ UDF രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കൂടിയാണ്. ഞങ്ങൾ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ടീം UDF ആയിട്ടാണ് പ്രവർത്തിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് പോലെയാണ് അസംബ്ലിക്കകത്തും പുറത്തും പ്രവർത്തിച്ചത്. അതിനെല്ലാം എല്ലാ പിന്തുണയും തന്ന ഒരാളാണ് അഭിവന്ദനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്മളെടുത്തൊരു അതിശക്തമായ ഒരു മതേതര നിലപാടുണ്ടായിരുന്നു. അത് കേരളം അംഗീകരിച്ചു. ആ മതേതര നിലപാടിൻ്റെ പിൻബലവും അദ്ദേഹമായിരുന്നു. എത്ര പേരാണ്, ഞാൻ അവരെ ആരെയും പേരെടുത്ത് കുറ്റപ്പെടുത്തില്ല, അതിൻ്റെ സമയമല്ല. കേരളത്തിലൊരു വിദ്വേഷ പ്രചരണം നടത്തി ഭിന്നിപ്പുണ്ടാക്കാൻ പല ശക്തികൾ ശ്രമിച്ചു. മുനമ്പം വിഷയത്തിലുണ്ടായിരുന്നു, പള്ളുരുത്തി വിഷയത്തിലുണ്ടായിരുന്നു. എന്നെ അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ആ സമയത്തെല്ലാം മുസ്ലിം ലീഗും തങ്ങളും സാദിഖ് അലി തങ്ങളും എടുത്ത നിലപാട്. UDFൻ്റെ അതിശക്തമായ ഒരു മതേതര നിലപാട് എടുക്കാൻ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. ഒരു വർഗീയ വിദ്വേഷം വരുന്ന ഒരു പരാമർശം പോലും ഒരു മുസ്ലിം ലീഗ് നേതാവ് നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഇപ്പോഴും പ്രചരണം നടത്തുന്നുണ്ട് കുറേ പേര്. തെരഞ്ഞെടുപ്പ് കാലത്തും അതേ പ്രചരണമായിരുന്നു. അതിനൊക്കെ ഞങ്ങൾ ശക്തിയായി നേരിട്ടു. ഞാൻ ഇന്നലെയും ചോദിച്ചല്ലോ ഒരു ചോദ്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ സ്പേസ് ആര് കൊണ്ടുപോകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ കേരളം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സഹോദര സംഘടനകളാണ്, ചേർത്ത് നിർത്തും. ഞങ്ങളുടെ ചില സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് മേധാവിത്വമുള്ള സ്ഥലത്ത് നമ്മൾ അറിഞ്ഞിട്ടില്ല, അവർ കൊണ്ട് ജയിപ്പിച്ച് ഇങ്ങോട്ട് തന്നു. ഞങ്ങൾക്ക് മേധാവിത്വമുള്ള സ്ഥലങ്ങളിൽ അവരുടെ ചില സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. പരസ്പരം എല്ലാ കക്ഷികളും, കേരള കോൺഗ്രസിൻ്റെ ആണെങ്കിലും മറ്റ് ഘടകകക്ഷികളുടെ ആണെങ്കിലും എല്ലാവരും അങ്ങനെ ചെയ്തത്. ആ ഒരു ടീം UDFൻ്റെ പ്രവർത്തനത്തിന് തങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ പിന്തുണയ്ക്ക് നന്ദി പറയാൻ കൂടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വളരെ അഭിമാനത്തോടും ആവേശത്തോടും കൂടിയാണ് അദ്ദേഹത്തെ കാണാൻ വന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരുമിച്ച് ഇനിയൊരു വർക്കുണ്ട്. ഈ നാടിനെ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ടീമായിട്ട് ഞങ്ങൾ ഇന്ന് വർക്ക് ചെയ്യും. തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ കൂടെ മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും മന്ത്രിസ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതിൽ തർക്കങ്ങൾ ഉണ്ടാവില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച മുഖ്യമന്ത്രിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാണ്. മുഴുവൻ മന്ത്രിമാരും ആ ഘടകകക്ഷിയുള്ള ചർച്ചയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. കറക്റ്റായിട്ട് സമയത്ത് ആദ്യം നിങ്ങളോട് പറയുള്ളൂ, തീർന്നു കഴിയുമ്പോൾ വേറെ ആരോടും പറയില്ല. ഈ ഒരു തർക്കമോ ഞാനിവിടെ 140 സീറ്റ് ഞങ്ങളെല്ലാവരും ചേർന്ന് വിഭജിച്ചിട്ട് ഒരു അവസരം കിട്ടിയ ഞാൻ കണ്ട അന്ന് ഞാനത് പ്രഖ്യാപിച്ച ദിവസം നിങ്ങളൊക്കെ അന്തം വിട്ട് നിൽക്കുക. ഇതെന്താണ് UDF ഒരു അവസരം പോലും ഇല്ലാതെ 140 സീറ്റ് വിഭജിച്ചില്ലേ? മണ്ണാർക്കാട് നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ കേരളത്തിന്റെ 16ാം മന്ത്രിസഭയിലേക്ക്. തിരൂർ സ്വദേശിയായ N ഷംസുദ്ദീൻ 4ാം തവണയാണ് മണ്ണാർക്കാട് MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഷംസുദ്ദീൻ മന്ത്രിയാവുന്നതിന്റെ ആഹ്ലാദത്തിലാണ് മണ്ണാർക്കാട് നിയോജക മണ്ഡലവും തിരൂരും. 57-കാരനായ N ഷംസുദ്ദീൻ 1969 മലപ്പുറം തിരൂർ പറവണ്ണയിൽ ജനനം. MSF മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, 4 തവണ കോഴിക്കോട് സർവകലാശാല UUC, 1991 കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധി, മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, 2005 മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം, 2011, 2016, 2021, 2026 മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് MLA, സംസ്ഥാന വഖഫ് ബോർഡ്, സംസ്ഥാന വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡ് എന്നിവയിൽ നിയമസഭയിൽ നിന്നുള്ള പ്രതിനിധി, റവന്യൂ, പൊതുമരാമത്ത്, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയ്ക്കുള്ള സബ്ജക്റ്റ് കമ്മിറ്റികൾ, ലോക്കൽ ഫണ്ട് അക്കൗണ്ട് കമ്മിറ്റി, SC/ST കമ്മിറ്റി, നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്നീ കമ്മിറ്റികളിലും അംഗമായിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ലെജിസ്ലേറ്റീവ് കോൺഫറൻസിലും മുംബൈയിൽ നടന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റികളുടെ ദേശീയ കോൺഫറൻസിലും കേരള നിയമസഭയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. നിയമസഭയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള KK നായർ സ്മാരക ശ്രേഷ്ഠ നിയമസഭാ സാമാജിക പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി, ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നീ ചുമതലകൾ വഹിക്കുന്നുണ്ട്. ഭാര്യ KP റാഫിദയും മകൾ ഡോക്ടർ N ഷഹർസാദ്, മരുമകൻ ഡോക്ടർ അഷ്റഫ് വാസിൽ മുസ്ലിയാരകത്തും ചേർന്നതാണ് നിയുക്ത മന്ത്രിയുടെ കുടുംബം. 4ാം തവണ മണ്ണാർക്കാട് മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങുമ്പോൾ UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ മന്ത്രിയാവുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലായിരുന്നു പ്രവർത്തകരും നാട്ടുകാരും. മണ്ണാർക്കാട് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ വിജയിച്ചത്. പോലീസ് കുറ്റപത്രം സമർപ്പിച്ചില്ല. അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളി ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ട കേസിലെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. റിമാൻഡിൽ 90 ദിവസം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജാമ്യം അനുവദിച്ചത്. കേസിലെ പ്രതികളായ പാമ്പമ്പള്ളം കല്ലങ്കാട് സ്വദേശി A അനു, കിഴക്കേ അട്ടപ്പള്ളം സ്വദേശികളായ N ആനന്ദ്, M രാജേഷ്, M ഷാജി, B ജഗദീഷ് കുമാർ, മഹാളിക്കാട് സ്വദേശികളായ C പ്രസാദ്, C മുരളി എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ 6ാം പ്രതിയായിരുന്ന വിനോദ് തൂങ്ങി മരിച്ചിരുന്നു. 2025 ഡിസംബർ 17 വൈകിട്ടാണ് ഈസ്റ്റ് അട്ടപ്പള്ളത്ത് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ഭാഗൽ ആൾക്കൂട്ടാക്രമണത്തിനിരയായത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജീവ് നടക്കാവിൽ കോടതിയിൽ ഹാജരായി. പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന ഒറ്റപ്പാലം മേഖലയിൽ ആരംഭിച്ചു. താലൂക്ക് തല സബ് RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പ് നടത്തിയാണ് പരിശോധന പുരോഗമിക്കുന്നത്. ആദ്യ ദിനത്തിൽ ഒറ്റപ്പാലം മേഖലയിൽ 28 വാഹനങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തിയ 9 വാഹനങ്ങൾ ന്യൂനതകൾ പരിഹരിക്കാൻ ആവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തിരിച്ചയച്ചു. വേഗപ്പൂട്ട്, GPS എന്നിവ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതും ടയറുകൾക്ക് അമിത തേയ്മാനം സംഭവിച്ചതും ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാലാണ് ഈ ബസ്സുകൾ തിരിച്ചയച്ചത്. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE സ്കൂളുകളിലെ വാഹനങ്ങളാണ് പരിശോധന നടത്തിയത്. വാഹനത്തിന്റെ പൊതുവായ പ്രവർത്തനക്ഷമത, പഴക്കത്തിനനുസരിച്ചുള്ള അറ്റകുറ്റപ്പണികൾ എന്നിവയോടൊപ്പം വേഗപ്പൂട്ട്, GPS, പ്രഥമ ശുശ്രൂഷ കിറ്റ്, അഗ്നിശമന ഉപാധികൾ എന്നിവയും കൃത്യമായി പരിശോധിച്ചു. സ്കൂൾ ബസ്സുകളിൽ GPS ഘടിപ്പിച്ച് വിദ്യാവാഹൻ ആപ്പിലൂടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച വാഹനങ്ങളാണ് പരിശോധിച്ചത്. ഫയറിന്റെ കുറ്റി കാലിബ്രേഷൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് വെച്ചിട്ടുണ്ടല്ലേ? ഹാൻഡ് ബ്രേക്ക് റെഡിയാണ്. സീറ്റ് ബെൽറ്റ് ഉണ്ടോ? സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഫോണൊന്നും അടിച്ച് വർക്ക് ചെയ്തില്ല. ഓക്കെ, ഫോണില്ലല്ലോ. സീറ്റുകളെല്ലാം വൃത്തിയാക്കി. പരിശോധനയിൽ സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ടെത്തുന്ന വാഹനങ്ങൾക്ക്
മോട്ടോർ വാഹന വകുപ്പ് ചെക്ക്ഡ് ഓക്കെ എന്ന പ്രത്യേക സ്റ്റിക്കർ പതിപ്പിച്ചു. ജൂൺ മാസത്തിൽ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഈ സ്റ്റിക്കർ ഇല്ലാത്ത ഒരു സ്കൂൾ ബസും സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. 2026 പുതിയ അധ്യയന വർഷം തുറക്കുന്നതിന് മുമ്പോടിയായിട്ട് ഒറ്റപ്പാലം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ മൺസൂൺ കാല പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഒറ്റപ്പാലം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങൾക്ക് 2 മേഖലകളായി തിരിച്ചാണ് പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ശനിയാഴ്ച ഒറ്റപ്പാലം താലൂക്കിലുള്ള ഒറ്റപ്പാലം ഭാഗത്തുള്ള വാഹനങ്ങൾക്കും 20-ാം തീയതി അടുത്ത ബുധനാഴ്ച ചെർപ്പളശ്ശേരി ഭാഗത്തുള്ള സ്കൂളുകൾക്കുള്ള വാഹനങ്ങളുടെയും പരിശോധനയാണ് നമ്മൾ നടത്തുന്നത്. പരിശോധന ഏകദേശം 9 മണി മുതൽ തുടങ്ങിയിട്ടുണ്ട്. വിദ്യാവാഹന ആപ്പിൽ രജിസ്റ്റർ ഉണ്ടാവണം, സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമാണോ നോക്കുക, അതുപോലെ GPS ലൊക്കേഷനൊക്കെ കറക്റ്റ് ആണോ നോക്കുക, അതുപോലെ ജനറൽ ആയിട്ടുള്ള മറ്റു പരിശോധനകളും കൂടെയാണ് നമ്മളോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പരിശോധനകൾ തൃപ്തികരമായ വാഹനങ്ങൾക്ക്, തൃപ്തികരമെന്ന് കണ്ടെത്തുന്ന വാഹനങ്ങൾക്ക് നമ്മൾ ഇവിടെ തന്നെ സ്റ്റിക്കർ നൽകുന്നുണ്ട്. തൃപ്തികരമല്ലാത്ത വാഹനങ്ങൾ മടക്കി അയച്ച് വീണ്ടും അവരെ ഡിഫക്റ്റുകൾ പരിഹരിച്ച് വരുന്ന മുറയ്ക്ക് നമ്മൾ വീണ്ടും അവർക്ക് പരിശോധന നടത്തിയ സ്റ്റിക്കറുകൾ നൽകുന്നതായിരിക്കും. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PJ റെജി, അശോക് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ KS സഗീർ, അരുൺ R സുരേന്ദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ചെർപ്പളശ്ശേരി മേഖലയിലെ വാഹനങ്ങളുടെ പരിശോധന മെയ് 20 ബുധനാഴ്ച ചെർപ്പളശ്ശേരി ശബരി സെൻട്രൽ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. വാഹന പരിശോധനയ്ക്ക് പുറമെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കുമായി പ്രത്യേക സുരക്ഷാ പരിശീലനവും വരും ദിവസങ്ങളിൽ നൽകും. കുമരമ്പത്തൂരിൽ പഞ്ചായത്ത് ഭരണസമിതിയും പാർട്ടിയും തമ്മിൽ ഭിന്നിപ്പില്ലെന്ന് CPM. പഞ്ചായത്ത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സിൽക്കിന്റെ കരാറുകാരന് വഴിവിട്ട് പണം നൽകരുതെന്ന ഇടതുമുന്നണി നിലപാടിൽ മാറ്റമില്ലെന്നും CPM കുമരമ്പത്തൂർ ലോക്കൽ സെക്രട്ടറി അയിലക്കര മുഹമ്മദ് അലി പറഞ്ഞു. കുമരമ്പത്തൂരിൽ പാർട്ടിയും ഭരണസമിതിയും 2 തട്ടിലാണെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. പഞ്ചായത്ത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ UDF ഭരണസമിതി വലിയ അഴിമതിയാണ് നടത്തിയത്. ഇതിന്റെ ഭാഗമാണ് കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം വീണ്ടും 20 ലക്ഷം രൂപയുടെ കരാർ നൽകിയത്. അതിനെ അന്നും ഇന്നും എതിർക്കുന്ന നിലപാടാണ് CPM-നും ഇടതുമുന്നണിക്കും. കരാറുകാരന് പണം നൽകാൻ ഭരണസമിതി കൂട്ടുനിൽക്കുന്നു എന്ന പ്രചാരണം ശരിയല്ല. ഈ ഭരണസമിതി വന്ന് 17 യോഗം ചേർന്നു. അതിലൊന്നും ഈ വിഷയം അജണ്ടയിൽ വന്നിട്ടേയില്ല. വഴിവിട്ട നിലയിൽ പണം നൽകാൻ കഴിഞ്ഞ ഭരണസമിതി ശ്രമം നടത്തിയിട്ടുണ്ട്. ഇത് എന്ത് വില കൊടുത്തും തടയും. പഞ്ചായത്തിൽ ഇടതുമുന്നണി ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നത്. ചില തൽപര കക്ഷികളാണ് അപവാദ പ്രചാരണത്തിന് പിന്നിൽ. ഇതുകൊണ്ടൊന്നും ഭരണസമിതിയെയും ഇടതുമുന്നണിയെയും തകർക്കാനാവില്ല. വരുന്ന 5 വർഷം വോട്ട് ചെയ്ത നാട്ടുകാർ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഭരണം നടത്തും. ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങളും വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നും ലോക്കൽ സെക്രട്ടറി പറഞ്ഞു. എന്നാൽ ഇന്നലെയും 2 ദിവസവുമായി വരുന്ന വാർത്ത, ഭരണം മാറി കുമരമ്പത്തൂരിൽ ഇടതുപക്ഷം വന്നതോടുകൂടി സിൽക്കിൻ്റെ കരാറുകാരന് പണം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നു എന്ന ഒരു വ്യാജ പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ബോർഡ് മീറ്റിങ്ങുകളുടെ എണ്ണം 17 ബോർഡ് മീറ്റിംഗ് യോഗങ്ങളാണ് നടന്നത്. ഈ ബോർഡ് മീറ്റിങ്ങുകളിൽ എവിടെയും ഈ സിൽക്കിൻ്റെ കരാറുകാരന് പണം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും ഒരു തീരുമാനവും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ബോർഡ് മീറ്റിങ്ങിൽ ചില തീരുമാനങ്ങൾ അവരെടുത്തിട്ടുണ്ട്. ആ എടുത്ത തീരുമാനം ഉദ്ഘാടനം വേഗത്തിൽ നടത്തേണ്ടതുള്ളത് കൊണ്ട് സിൽക്കിൻ്റെ അംഗീകൃത ഏജൻസിയെ കരാറുകാരനെ വർക്കേൽപ്പിച്ച് നിരവധി വർക്കുകൾ ചെയ്തിട്ടുണ്ടെന്നും ആക്ഷേപം വന്ന മുറക്ക് സിൽക്ക് അതിൽ നിന്ന് പിന്മാറിയെന്നും അതുകൊണ്ട് കരാറുകാരന് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നും ഇത് അദ്ദേഹത്തിന് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ ഇടപെടലിന് വേണ്ടി അവർ നിവേദനങ്ങളും ബോർഡ് തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഭരണസമിതിയിലെ 11 ഇടതുപക്ഷാംഗങ്ങളും CPM CPI നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. കോടികൾ ചെലവഴിച്ച് നവീകരിച്ച റോഡ് 2 മാസം തികയും മുമ്പേ തകർന്നു. ശ്രീകൃഷ്ണപുരം കരിമ്പുഴ കൂട്ടിലക്കടവ് റോഡിലാണ് അപകടകരമായ രീതിയിൽ വലിയ ഗർത്തം രൂപപ്പെട്ടത്. കരിമ്പുഴ സെൻട്രലിൽ നിന്നും കൂട്ടിലക്കടവ് റോഡ് തുടങ്ങുന്ന ഭാഗത്ത് റോഡിന്റെ അരികിനോട് ചേർന്നാണ് വൻകുഴി രൂപപ്പെട്ടിരിക്കുന്നത്. റോഡ് പണിയിലെ അഴിമതി ചൂണ്ടിക്കാട്ടി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. പൊതുമരാമത്ത് വകുപ്പിന്റെ 2.5 കോടി രൂപ ചെലവഴിച്ചാണ് ഈ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തിയത്. കഴിഞ്ഞ മാർച്ച് 13-നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം തന്നെ റോഡ് തകരുന്നത് നിർമ്മാണത്തിലെ വൻ അഴിമതിയാണ് കാണിക്കുന്നതെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഭാരമേറിയ വാഹനങ്ങളും ബസ്സുകളും ഉൾപ്പെടെ പ്രതിദിനം 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയാണിത്.
നിലവിൽ കുഴി രൂപപ്പെട്ട ഭാഗത്തോട് ചേർന്ന് മറ്റു വാഹനങ്ങൾ പോയാൽ ഇനിയും റോഡ് ഇടിഞ്ഞു താഴാനും വൻ അപകടങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യത ഏറെയാണ്. വരാനിരിക്കുന്ന മഴക്കാലത്ത് ഈ പ്രദേശത്തെ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കൂടാതെ കരിമ്പുഴ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് കട്ട വിരിച്ച ഭാഗത്തും നിലവിൽ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. റോഡ് നവീകരണത്തിൽ വൻ അഴിമതിയുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ വ്യക്തമാക്കി. അന്ന് അഴിമതി ചൂണ്ടിക്കാണിച്ചപ്പോൾ തങ്ങളെ വികസന വിരോധികളായി ചിത്രീകരിക്കാനാണ് ചിലർ ശ്രമിച്ചതെന്നും റോഡ് നിർമ്മാണത്തിൽ നടന്ന വൻ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സുരേഷ് തെങ്ങിൻതോട്ടം, കരിമ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു കരിയോട്, പഞ്ചായത്ത് അംഗം CK ഷാഹുൽ ഹമീദ് എന്നിവർ പറഞ്ഞു. ഈ റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ ഞങ്ങൾ ഇതിലൊരു അഴിമതി ആരോപിച്ചിരുന്നു. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ പരാതികളെ അറിയിച്ചിരുന്നു. പക്ഷേ പരാതികളൊക്കെ അറിയിക്കുന്ന സമയത്ത് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ വികസന വിരോധികളായിട്ട് ഇവിടുത്തെ MLA ചിത്രീകരിച്ചിട്ടുണ്ട്. ITയുടെ അവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തലേ ദിവസം ഞങ്ങൾ ഈ കരിമ്പുഴ തെരുവിലെ അന്ന് തലേ ദിവസം രാത്രി മഴ പെയ്തിട്ട് പിറ്റേ ദിവസം മുഴുവൻ വെള്ളവും അവരുടെ കടകളിലേക്ക് കയറി ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ആ പ്രദേശത്തുള്ള ആളുകൾ ഞങ്ങളെ സമീപിച്ചപ്പോൾ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ഞങ്ങൾ അറിയിക്കേണ്ടായി. അന്നത്തെ അന്ന് ITയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട MLA അവിടെ എത്തിയപ്പോൾ ഈ കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ ആ സ്റ്റേജിൽ വെച്ച് അദ്ദേഹം അപമാനിച്ചു. അദ്ദേഹം അന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള വികസന വിരോധികളായ ആളുകളെ എങ്ങനെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാമെന്ന് അറിയും എന്നുള്ളതാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സത്യം ഒരിക്കലും പുറത്തു വരും. നമുക്ക് കറന്നു കുടിക്കാം, പക്ഷെ അറത്തു കുടിക്കരുത്. നോക്കി നോക്കൂ, 2 കോടി രൂപയോളം ചെലവഴിച്ച ഒരു റോഡാണിത്. അതിനുശേഷം ഇതിൽ ഫണ്ട് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് റിവൈസ് ചെയ്തു. ഇതിൻ്റെ പല ഭാഗങ്ങളിലും ഇനിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. സംസ്ഥാന ബജറ്റിൽ നിന്നും 1 കോടി രൂപ വിനിയോഗിച്ച് നവീകരിച്ച മാസങ്ങൾ തികയും മുമ്പേ അമ്പലപ്പാറ പഞ്ചായത്ത് മൈതാനത്തിൽ തകർച്ച. ഫ്ലഡ് ലൈറ്റ് സ്ഥാപിച്ച ഭാഗത്താണ് ശക്തമായ മഴയെ തുടർന്ന് തകർച്ച സംഭവിച്ചിരിക്കുന്നത്. ലൈറ്റിന് താഴെ മഴവെള്ളം ഒലിച്ചിറങ്ങി മണ്ണ് നീങ്ങിയതോടെ ഈ ഭാഗത്തെ ഇന്റർലോക്ക് ചെയ്ത കട്ടകൾ താഴേക്ക് അമരുകയായിരുന്നു. ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, കബഡി തുടങ്ങിയ കായിക വിനോദങ്ങൾക്കായി ഒരുക്കിയ മൈതാനത്ത് ഷട്ടിൽ ബാഡ്മിന്റൺ കളിക്കുന്നതിനുള്ള സ്റ്റേജിന്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് ഈ തകർച്ച ഉണ്ടായിരിക്കുന്നത്. ഫ്ലഡ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനായി കോൺക്രീറ്റ് തൂൺ നിർമ്മിക്കാൻ ഈ ഭാഗത്ത് നിന്ന് നേരത്തെ മണ്ണെടുത്തിരുന്നു. എന്നാൽ തൂൺ നിർമ്മാണം പൂർത്തിയായ ശേഷം ഇവിടെ തിരികെയിട്ട മണ്ണ് ശരിയായി ഉറപ്പിച്ചിരുന്നില്ല. മണ്ണിട്ടതിന് ശേഷം ആവശ്യത്തിന് ഉറപ്പുവരുത്താതിരുന്നതാണ് ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഈ ഭാഗം താഴാൻ കാരണമായതെന്ന് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ മാർച്ച് 15-നാണ് നവീകരിച്ച മൈതാനം കായിക പ്രേമികൾക്കായി തുറന്നുകൊടുത്തത്. ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾക്കകം തന്നെ കോടികൾ മുടക്കിയ പദ്ധതിയിൽ ഇത്തരമൊരു തകർച്ച നേരിട്ടത് കായിക പ്രേമികൾക്കിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതേസമയം മൈതാനത്തുണ്ടായ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ ബന്ധപ്പെട്ട കരാറുകാരന് നിർദ്ദേശം നൽകുമെന്ന് അമ്പലപ്പാറ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ പാളത്തിലേക്ക് ചാടി ഭിന്നശേഷിക്കാരൻ്റെ ആത്മഹത്യാ ശ്രമം. ലോക്കോ പൈലറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ ഇൻചാർജ് സലീം ചുങ്കത്തിൻ്റെ നേതൃത്വത്തിൽ റെയിൽവേ പാളത്തിൽ നിന്നും ഇയാളെ പിടിച്ചുമാറ്റി ട്രെയിൻ കടത്തിവിടുകയായിരുന്നു. ഷൊർണൂർ നിലമ്പൂർ പാതയിലെ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം പകൽ 3 മണിയോടെയാണ് സംഭവം. പ്ലാറ്റ്ഫോമിൽ ചക്രക്കസേരയിൽ ഇരിക്കുകയായിരുന്ന ഭിന്നശേഷിക്കാരൻ ട്രെയിൻ വരുന്നത് കണ്ട ഉടൻ പാളത്തിലേക്ക് എടുത്തുചാടി അവിടെ കിടക്കുകയായിരുന്നു. കണ്ടുനിന്ന യാത്രക്കാർ നിസ്സഹായരായി നോക്കി നിന്നു. ലോക്കോ പൈലറ്റ് ഹോൺ മുഴക്കി ബ്രേക്ക് ഡൗൺ ചെയ്ത് ട്രെയിൻ നിർത്തി. ഇത് കാരണം അയാൾ ട്രെയിൻ തട്ടാതെ രക്ഷപ്പെട്ടു. 70 കിലോമീറ്റർ വേഗതയിൽ വരുന്ന ട്രെയിൻ 200 മീറ്റർ മുതൽ 100 മീറ്റർ അടുത്ത് ട്രാക്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് ട്രെയിൻ നിർത്തുന്നത് അപൂർവമാണ്. സ്റ്റേഷൻ അധികൃതർ ഉടൻ സ്ഥലത്തെത്തി. ട്രെയിൻ ടൈം കൂട്ടായ്മയിലെ സലീം ചുങ്കത്തിന്റെ നേതൃത്വത്തിൽ ട്രാക്കിൽ നിന്ന് ഇയാളെ പിടിച്ചുമാറ്റി. തുടർന്ന് ട്രെയിൻ കടത്തിവിടുകയാണ് ഉണ്ടായത്. ഇയാളെ റെയിൽവേ അധികൃതർ മേലോറ്റൂർ പോലീസിൽ ഏൽപ്പിച്ചു. ആലപ്പുഴ സ്വദേശിയായ ഇയാൾ പെരിന്തൽമണ്ണ പുപ്പലത്ത് താമസിക്കുന്നതായാണ് വിവരം. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ട്രെയിൻ തട്ടി മരിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. 1 മാസത്തിനിടെ 7 പേരാണ് ട്രെയിൻ തട്ടി മരിച്ചത്. ഇടവേള. വാർത്തകൾ തുടരുന്നു.
ഈസ്റ്റ് ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് ഭീഷണിയായ തെരുവ് നായ്ക്കളെ നഗരസഭയുടെ നേതൃത്വത്തിൽ പിടികൂടി. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശത്ത് നായശല്യം രൂക്ഷമാകുകയും കുട്ടിയടക്കം 3 പേർക്ക് കടിയേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അധികൃതർ അടിയന്തര നടപടിയുമായി രംഗത്ത് ഇറങ്ങിയത്. ഭാരതപ്പുഴ റോഡ്, ഗവൺമെന്റ് ഹൈസ്കൂൾ റോഡ്, മായന്നൂർ പാലം പരിസരം, ചുനങ്ങാട് റോഡ് ജംഗ്ഷൻ, പൂളക്കുണ്ട്, 19 മൈൽ തുടങ്ങിയ ഭാഗങ്ങളിൽ നായശല്യം കാരണം ജനങ്ങൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. തുടർന്ന് നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ സുനീറ മുജീബ്, കൗൺസിലർ PMA ജലീൽ എന്നിവർ പ്രശ്നത്തിൽ ഇടപെടുകയും നഗരസഭയ്ക്ക് പരാതി നൽകുകയുമായിരുന്നു. പരാതി ലഭിച്ചയുടൻ നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം മൃഗാശുപത്രിയിൽ നിന്നുള്ള നായപിടുത്തക്കാർ സ്ഥലത്തെത്തിയാണ് പ്രശ്നക്കാരായ നായ്ക്കളെ പിടികൂടിയത്. ഇവയ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി 1 മാസത്തേക്ക് നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദിവസങ്ങൾക്കകം സ്കൂളുകൾ തുറക്കാനിരിക്കെ 1000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഈസ്റ്റ് ഒറ്റപ്പാലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തും മദ്രസകളിലേക്കുള്ള വഴികളിലും സുരക്ഷ ഉറപ്പാക്കാൻ നഗരസഭയുടെ ഈ അടിയന്തര ഇടപെടലിലൂടെ സാധിച്ചു. മുമ്പ് ഒക്ടോബറിലും സമാനമായ രീതിയിൽ ഇവിടെ നായശല്യം ഉണ്ടായ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും പ്രദേശത്ത് കടുത്ത നിരീക്ഷണം തുടരുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. വെള്ളിത്തിരയിൽ സൂപ്പർ ഹീറോ പരിവേഷത്തോടെ പ്രേക്ഷകരുടെ കയ്യടി നേടിയ ബാലതാരം പഠനത്തിലും സൂപ്പർ ഹീറോ. മിന്നൽ മുരളി എന്ന ചിത്രത്തിലൂടെ മലയാളിക്ക് സുപരിചിതനായ വസിഷ്ഠ് ഉമേഷാണ് ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി മിന്നും വിജയം കൈവരിച്ചത്. വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വസിഷ്ഠ്. സിനിമയിലെയും മറ്റ് കലാമേഖലകളിലെയും തിരക്കുകൾക്കിടയിലും പഠനത്തെ ഒട്ടും കൈവിടാതെ കാത്തുസൂക്ഷിച്ചതാണ് ഈ കൊച്ചു താരത്തിന്റെ വിജയത്തിന് മാറ്റുകൂട്ടുന്നത്. 10ാം ക്ലാസിന്റെ മോഡൽ പരീക്ഷകളുടെ സമയത്തും ഒടുവിൽ യഥാർത്ഥ പരീക്ഷാ ഫലം പുറത്തുവരുമ്പോഴും വസിഷ്ഠ് സിനിമാ ലൊക്കേഷനുകളിലായിരുന്നു. നിലവിൽ തമിഴിലെ ഒരു പുതിയ സൂപ്പർ ഹീറോ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് താരം. പഠനവും അഭിനയവും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിഞ്ഞതിലും കഠിനാധ്വാനത്തിന് അർഹിച്ച ഫലം ലഭിച്ചതിലും ഏറെ സന്തോഷമുണ്ടെന്ന് വസിഷ്ഠ് പ്രതികരിച്ചു. സ്കൂളിലെ അധ്യാപകരും സുഹൃത്തുക്കളും നൽകിയ പിന്തുണയാണ് ഈ വലിയ വിജയത്തിന് പിന്നിലെന്നും താരം കൂട്ടിച്ചേർത്തു. ഇന്ന് മെയ് 15-ാം തീയതി SSLC റിസൾട്ട് വന്നിട്ടുണ്ട്. എനിക്കും ഫുൾ A+ ഉണ്ട്. അപ്പോൾ അതിന് നല്ല സന്തോഷം. ഞാനിപ്പോൾ ചെന്നൈയിലാണ്. സൂപ്പർ ഹീറോ എന്നുള്ളൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് അർജുൻ ദാസ് സാൻഡി മാസ്റ്ററോടൊപ്പം ഈ സിനിമയിൽ ഞാനുണ്ട്. അപ്പോൾ ഇതിന്റെ ഷൂട്ടിങ്ങിനായിട്ട് ഞാൻ പരീക്ഷയ്ക്ക് മുമ്പും ശേഷമൊക്കെ ഇവിടെ ചെന്നൈയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡൽ എക്സാം, യൂണിറ്റ് എക്സാം ഒന്നും എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല കുറച്ച് സംശയം ഉണ്ടായിരുന്നു എന്താവും എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഫുൾ A+ കിട്ടിയിട്ടുണ്ട് റിസൾട്ടിൽ. അതിൽ നല്ല സന്തോഷമായി. അപ്പോൾ എല്ലാവർക്കും ഇക്കൊല്ലം SSLC പരീക്ഷ എഴുതിയ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. പഠനത്തിലും സിനിമയിലും മാത്രമല്ല, സ്കൂളിലെ പഠനേതര പ്രവർത്തനങ്ങളിലും വസിഷ്ഠ് ഇതിനോടകം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചാക്യാർകൂത്തിൽ A ഗ്രേഡ് തിളക്കം നേടിയ വസിഷ്ഠ് ജിയോജീബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള നിർമ്മാണങ്ങൾക്കായി നടന്ന സംസ്ഥാന ഗണിതശാസ്ത്രമേളയിലും A ഗ്രേഡ് കരസ്ഥമാക്കിയിരുന്നു. ഇതിനു പുറമെ IT മേഖലയിലെ സംസ്ഥാനതല മത്സരങ്ങളിലും ഈ കൊച്ചുതാരം സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. വാണിയംകുളം TRK സ്കൂളിലെ തന്നെ അധ്യാപകരായ P ഉമേഷിന്റെയും C ജ്യോതിയുടെയും മകനാണ് വസിഷ്ഠ്. മാതാപിതാക്കൾ പഠിപ്പിക്കുന്ന അതേ സ്കൂളിൽ നിന്ന് തന്നെ എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങി വസിഷ്ഠ് സ്കൂളിന്റെയും നാടിന്റെയും അഭിമാനമായി മാറിയിരിക്കുകയാണ്. ജീവിത സാഹചര്യങ്ങളുടെ കഠിനമായ കഷ്ടപ്പാടുകളോടെ പൊരുതി SSLC പരീക്ഷയിൽ വിജയത്തിന്റെ ഇരട്ടി തിളക്കവുമായി ഇരട്ട സഹോദരങ്ങൾ നാടിന്റെ അഭിമാനമാകുന്നു. 10ാം ക്ലാസ് പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയാണ് അനങ്ങനടി കളപ്പറമ്പിൽ ശിവാനന്ദന്റെയും പ്രിയയുടെയും മക്കളായ ശില്പയും ശ്രേയയും മാതാപിതാക്കളുടെ കഠിനാധ്വാനത്തിന് മധുരമേകിയത്. അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ച ഈ മിടുക്കുകൾ കൈവരിച്ച അപൂർവ നേട്ടം വിദ്യാലയത്തിനും വലിയ പെരുമയാണ് സമ്മാനിച്ചിരിക്കുന്നത്. നിർമ്മാണ തൊഴിലാളിയായ അച്ഛൻ ശിവാനന്ദനും തയ്യൽ തൊഴിലാളിയായ അമ്മ പ്രിയയും പകലന്തിയോളം അധ്വാനിച്ചാണ് ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത്. മാതാപിതാക്കളുടെ ഈ കഠിനാധ്വാനവും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിതം നേരിട്ട് കണ്ടാണ് ശില്പയും ശ്രേയയും വളർന്നത്. എന്നാൽ ആ സാഹചര്യങ്ങൾക്ക് മുന്നിൽ തളരാതെ അതിനെ പഠനത്തിനുള്ള ഏറ്റവും വലിയ ഊർജമാക്കി മാറ്റാൻ ഈ ഇരട്ട സഹോദരങ്ങൾക്ക് സാധിച്ചിരിക്കുകയാണ്. 7ാം ക്ലാസ് വരെ പാലക്കോട് UP സ്കൂളിലായിരുന്നു ഇവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്നാണ് 8ാം ക്ലാസ് മുതൽ അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തുന്നത്. ഞാനിത്തിരി അത്ര പ്രതീക്ഷിച്ചായിരുന്നില്ല. കാരണം സോഷ്യലിക്ക് ഇത്തിരി ടഫായിരുന്നു. ഇവൾക്ക് പിന്നെ പ്രതീക്ഷിച്ചായിരുന്നു. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? സയൻസ് എടുക്കണം.
മറ്റേ മിലിറ്ററി നഴ്സിംഗ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഒരേ വഴിയിൽ കുട്ടിക്കാലം മുതൽ തുടർന്ന ഒരേ വഴി. പഠനകാര്യങ്ങളിൽ മാത്രമല്ല സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഇരുവരും ഒപ്പത്തിനൊപ്പം മുന്നിലുണ്ടായിരുന്നു. സ്കൂളിലെ മികച്ച NCC കേഡറ്റുകൾ കൂടിയാണ് ഈ ഇരട്ട സഹോദരിമാർ. തുടർ പഠനത്തെക്കുറിച്ചും കൃത്യമായ ലക്ഷ്യബോധം ഇവർ ഇതിനോടകം ഉറപ്പിച്ചു കഴിഞ്ഞു. +2 സയൻസ് കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിച്ച് രാജ്യത്തെ സേവിക്കാനായി മിലിറ്ററി നഴ്സിംഗ് മേഖലയിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഈ സഹോദരങ്ങളുടെ വലിയ സ്വപ്നം. മക്കളുടെ നിരന്തരമായ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഈ തിളക്കമാർന്ന വിജയമെന്നും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണിതെന്നും മാതാവ് പ്രിയ പറഞ്ഞു. നല്ല സന്തോഷം. അവര് വാങ്ങുന്നത് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല വർക്ക് ചെയ്യും, ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവർ വർക്ക് ചെയ്യും. ഉറങ്ങാതെ പുറത്ത് പോയിരുന്ന് പഠിക്കും. ഞങ്ങളെ ശല്യം ചെയ്യില്ല, ലേറ്റ് ഇടില്ല, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. സന്തോഷം. +2 വിദ്യാർത്ഥിയായ സഞ്ജീവ് ഇവരുടെ സഹോദരനാണ്. പരിമിതികളോട് പടവെട്ടി ഉന്നത വിജയം കൊയ്ത ഈ ഇരട്ട പ്രതിഭകളെ അനുമോദിക്കാൻ നിരവധി പേരാണ് ഇപ്പോൾ ഇവരുടെ വസതിയിലേക്ക് എത്തിച്ചേരുന്നത്. SLC പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ ഇരട്ട കുട്ടികളുടെ ഇരട്ടി മധുരമുള്ള വിജയത്തിൽ സന്തോഷിക്കുകയാണ് വാണിയംകുളം പനയൂരിലെ ഒരു കുടുംബം. വാണിയംകുളം എടക്കോട് പനയൂർ ചെറാക്കെ സമേര വീട്ടിൽ സന്തോഷിൻ്റെയും അനിതയുടെയും മക്കളായ അയനയും ആർദ്രയുമാണ് മുഴുവൻ വിഷയങ്ങളിലും A+ നേടി നാടിൻ്റെയും വിദ്യാലയത്തിൻ്റെയും അഭിമാനമായി മാറിയത്. ഒറ്റപ്പാലം LSN കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ഇരുവർക്കും പ്രതീക്ഷിച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് കുടുംബാംഗങ്ങളും അധ്യാപകരും. റിസൾട്ട് അറിഞ്ഞയുടൻ തന്നെ വീട്ടിൽ മധുരം പങ്കുവച്ച് ഇവർ വിജയ സന്തോഷം പങ്കുവച്ചു. കുട്ടിക്കാലം തൊട്ടേ പഠനത്തിൽ ഒരേപോലെ മികവ് പുലർത്തിയിരുന്ന അയനയും ആർദ്രയും 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. സ്കൂളിലെ അധ്യാപകർ നൽകിയ മികച്ച പിന്തുണയും പ്രോത്സാഹനവുമാണ് തങ്ങളുടെ വലിയ വിജയത്തിന് വഴികാട്ടിയായതെന്ന് ഇരുവരും ഒരേ സ്വരത്തിൽ പറയുന്നു. അമ്മ വളരെ വലിയ സപ്പോർട്ടായിരുന്നു. ഫസ്റ്റ് മുതൽ എല്ലാ നമുക്ക് കൂടുതൽ റിസോഴ്സസ് എത്തിച്ചു തരാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും. അമ്മ മാത്സ് ടീച്ചറും കൂടിയാണ്. അപ്പം മാത്സിലൊന്നും ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല, ഫുൾ ക്ലിയർ ആയിരുന്നു. ഇനി എന്തിനു പോകണമെന്ന് ആഗ്രഹം? സയൻസ് സ്ട്രീമാണ് എടുക്കുന്നത്. ഞാൻ മെഡിക്കൽ ഫീൽഡാണ് ഒന്നുകൂടി പ്രിഫർ ചെയ്യണത്. രണ്ടാളോ? അല്ല, ഞാൻ കുറച്ചുകൂടി എഞ്ചിനീയറിംഗ് ഫീൽഡാണ്, AI മെഷീൻ ലേണിംഗിൻ്റെ. സ്കൂൾ കഴിഞ്ഞെത്തിയാൽ വീട്ടിൽ ഇവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശവും പഠന പിന്തുണയും നൽകിയിരുന്നത് അമ്മ അനിതയായിരുന്നു. കൂനത്തറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപിക കൂടിയായ അനിതയ്ക്ക് തന്റെ മക്കൾ കൈവരിച്ച ഈ ഉന്നത വിജയം ഇരട്ടി സന്തോഷമാണ് നൽകുന്നത്. മക്കളുടെ കഠിനാധ്വാനത്തിന് അർഹിച്ച ഫലം ലഭിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് അനിത പ്രതികരിച്ചു. പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയായിരുന്നു. സന്തോഷം. തുടർ പഠനത്തെക്കുറിച്ചുള്ള ലക്ഷ്യങ്ങൾ പങ്കുവച്ചപ്പോൾ വ്യത്യസ്തവും എന്നാൽ വ്യക്തവുമായ 2 വഴികളാണ് ഈ സഹോദരിമാർ മുന്നോട്ട് വെക്കുന്നത്. ഒരാൾ മെഡിക്കൽ മേഖലയിലേക്ക് ചുവടുവെക്കാൻ ലക്ഷ്യമിടുമ്പോൾ മറ്റൊരാൾ പുതിയ കാലത്തിന്റെ അത്ഭുതമായ AI സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള പഠന ഗവേഷണങ്ങളിലേക്ക് തിരിയാനാണ് ആഗ്രഹിക്കുന്നത്. വ്യത്യസ്ത മേഖലകളിലാണെങ്കിലും ഇനിയുള്ള പഠനയാത്രയിലും ഇതേ മികവ് തുടരാനാകും എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ മിടുക്കികൾ. കേരളത്തിൽ ആദ്യമായി 520 സംഗീതജ്ഞർ പങ്കെടുത്ത മഹാപഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. ഈ മഹാ ആലാപനം കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടി. അങ്ങാടിപ്പുറം ശൈലേശ്വരി കലാസഭയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അങ്ങാടിപ്പുറം കേന്ദ്രമായുള്ള കലാസ്ഥാപനമായ ശൈലേശ്വരി കലാസഭയുടെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് 520 സംഗീതജ്ഞർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തനാലാപനം നടന്നത്. തിരുമാന്താംകുന്ന് ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ സംഗീതജ്ഞരും പക്കമേളക്കാരും നിറഞ്ഞു.
തുടർന്ന് സർവശ്രീ പ്രൊഫസർ PR കുമാരകേരളവർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു മഹാ ആലാപനം. വായ്പാട്ടിൽ തൃക്കാരിയൂർ R രാജലക്ഷ്മി, വയലിനിൽ നെല്ലായി K വിശ്വനാഥൻ, മാഞ്ഞൂർ രഞ്ജിത്ത്, മൃദംഗത്തിൽ ചേർത്തല S ദിനേശ്, ഡോക്ടർ K ജയകൃഷ്ണൻ, ഇടക്കയിൽ തൃപ്പൂണിത്തുറ കൃഷ്ണദാസ്, മുഗർശങ്കിൽ പറവൂർ ഗോപകുമാർ, വീണയിൽ ഡോക്ടർ NK പത്മവർമ്മ, പ്രൊഫസർ കാമാക്ഷി, പുല്ലാങ്കുഴലിൽ പ്രതാപ് എങ്ങണ്ടിയൂർ, ശ്രീറാം ബാലകൃഷ്ണൻ തുടങ്ങിയ സംഗീത രംഗത്തെ പ്രമുഖർ പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ പങ്കെടുത്തു. മഹാപഞ്ചരത്ന കീർത്തനാലാപനം സംഗീതപ്രേമികൾക്ക് ശുദ്ധ സംഗീതത്തിന്റെ ആസ്വാദനമൊരുക്കി. ഈ സംഗീതാലാപന പ്രകടനം കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സംഗീതജ്ഞർ ഒരുമിച്ചുള്ള പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറിയത്. കേരളത്തിലെ അറിയപ്പെടുന്ന 501 കലാകാരന്മാർ പങ്കെടുത്ത ഇത്രയധികം കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു പഞ്ചരത്ന കൃതികളുടെ ആലാപനം കേരളത്തിൽ ആദ്യമായി നടക്കുകയാണ്. ദക്ഷിണേന്ത്യൻ സംഗീതത്തിൻ്റെ കാലം ത്രിമൂർത്തികളുടെ കാലത്താണ് അത് വളർന്ന് വികസിച്ചു വന്നത് നമുക്കറിയാം. അതിൽ 178 വർഷങ്ങളായി ത്യാഗരാജസ്വാമികൾ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് എന്നറിയാം. എന്നാലും ഇന്നും അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് കർണാടക സംഗീത വേദികളിൽ ഇതുപോലെയുള്ള പഞ്ചരത്ന കൃതികൾ ആലപിച്ചുകൊണ്ടും ഉള്ള പരിപാടികൾ നടത്തുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചടങ്ങിലും അതിൻ്റെ ആദ്യ നടപടിയായി ചെയ്യണമെന്നുള്ളൊരു തീരുമാനത്തിൽ സംഘാടക സമിതി എത്തിയിട്ടുള്ളത്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ സംഗീത ഗുരുക്കന്മാരുടെയും പങ്കാളിത്തം കൊണ്ട് ഈ പഞ്ചരത്ന കൃതി ആലാപനം അതിമനോഹരമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിൽ സംഘാടക സമിതിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അങ്ങാടിപ്പുറത്ത് നിന്ന് മാത്രമല്ല, കേരളത്തിൽ തന്നെ ആദ്യമായി ഇത്രയും സംഗീത വാദ്യ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് നടക്കുന്ന ഒരു പഞ്ചരത്ന കീർത്തനാലാപനമാണത്. ഇത് എല്ലാവരും സഹകരണത്താലും തിരുമാന്താകുന്നമ്മയുടെ അനുഗ്രഹത്താലും ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം ഭംഗിയായി നടത്താൻ കഴിഞ്ഞു എന്നത് ഒരു ചാരിതാർത്ഥ്യത ഉള്ള വിഷയമാണ്. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സന്തോഷിക്കുന്ന ഒരു നിമിഷമാണിത്. സംഗീതം ഉള്ള ആൾക്കാർക്കൊക്കെ സംഗീതം മാത്രമാണ് സന്തോഷം. നിങ്ങളെല്ലാവരും ഒരേപോലെ അമ്മയുടെ കാരുണ്യം കൊണ്ട് സന്തോഷിക്കുന്ന ഒരു സമയത്താണ് ഇവിടെ നിൽക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനൊന്നും എനിക്ക് യോഗ്യതയൊന്നുമില്ല. കാരണം ഞാൻ വൃദ്ധശിഷ്യോ ഗുരു യുവ എന്ന് പറഞ്ഞവരാണ്. വൃദ്ധനായ ശിഷ്യനും യുവാക്കളായിട്ടുള്ള ഗുരുക്കന്മാരും നിങ്ങൾ ആണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാനൊക്കെ വർമ്മസാറിനെ പോലെയുള്ള ആൾക്കാർ, ഗോവിന്ദ നമ്പൂതിരി പോലെയുള്ള ആൾക്കാർ, നമ്മളെ സദസ്സിലുള്ള ഗുരുക്കന്മാർ നിങ്ങളൊക്കെ ഉണ്ട്, മാധവി സത്യപൂർത്തിയൊക്കെ ഉണ്ട്. എത്രയോ സംഗീതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിവിടെ ഉണ്ട്. ഞാൻ അവരൊക്കെ നിങ്ങളെയൊക്കെ നിർത്തിയിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ട സാഹസമൊന്നും ചെയ്യുന്നില്ല. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം U രവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശൈലേശ്വരി കലാസഭാ ചെയർമാൻ PC അരവിന്ദൻ സമാദരണം നടത്തി. സംഗീതാചാര്യ N ശ്യാമളയെ ചടങ്ങിൽ ആദരിച്ചു. കലാസഭയുടെ സ്ഥാപകൻ നാരായണൻ നമ്പീശനെ അനുസ്മരിച്ചു. കഥകളി സംഗീതജ്ഞൻ പാലനാട് ദിവാകരൻ, പീതാംബരൻ ആനമങ്ങാട്,
ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറം, പി രാധാകൃഷ്ണൻ, സി വി ഉണ്ണികൃഷ്ണൻ, ശ്രീ സജിത് പെരിന്തൽമണ്ണ, കെ വി പുഷ്പലത, NR പാർവതി രമണൻ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം ഡയലോഗ് ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവൽ 2026 മെയ് 20, 21 തീയതികളിൽ മനശ്ശേരി KM ഓഡിറ്റോറിയത്തിൽ നടക്കും. മെയ് 20 വൈകിട്ട് 6:30 പ്രശസ്ത സിനിമ, ടെലിവിഷൻ, നാടക നടൻ ഉണ്ണിരാജ് നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ നിയുക്ത MLA-മാരായ പി മമ്മിക്കുട്ടി, കെ പ്രേംകുമാർ എന്നിവരും വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. ഉദ്ഘാടനത്തിന് ശേഷം മെയ് 20 വൈകിട്ട് 7 മണിക്ക് ആലപ്പുഴ മരുതം തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന മാടൻ മോക്ഷം അരങ്ങേറും. രണ്ടാം ദിവസമായ മെയ് 21 വൈകിട്ട് 6 മണിക്ക് റൂട്ട്സ് തിയേറ്റർ മ്യൂസിക് എൻസാമ്പിൾ ഒരുക്കുന്ന നാടൻ പാട്ടുകളുടെ അവതരണവും തുടർന്ന് ഷൊർണൂർ ജനബേരി അവതരിപ്പിക്കുന്ന ഭൂതക്കണ്ണാടി എന്ന ലഘുനാടകവും നടക്കും. അന്ന് വൈകിട്ട് 7 മണിക്ക് ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ കൊളത്തൂർ അവതരിപ്പിക്കുന്ന കൂഹു എന്ന നാടകത്തോടെ ഫെസ്റ്റിവൽ സമാപിക്കും. നാടകോത്സവത്തിന്റെ ഭാഗമായി മെയ് 18 മുതൽ 20 വരെ ഷൊർണൂർ ജനബേരിയിൽ വെച്ച് തിയേറ്റർ വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രശസ്ത നാടക പ്രവർത്തകരായ ജോബ് മഠത്തിൽ, ശ്രീജ ആറങ്ങോട്ടുകര, അരുൺ ലാൽ, അഭിമന്യു വിനയകുമാർ, വരുൺ മാധവൻ എന്നിവർ ഈ വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്ന നാടകങ്ങൾ എന്ന് പറയുന്നത് മാടൻ മോക്ഷം എന്ന് പറയുന്ന കേരളത്തിലെ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമേച്വർ നാടകങ്ങളിലെ ഏറ്റവും കൂടുതൽ അവതരണങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നാടകമാണ് മാടൻ മോക്ഷം. അത് ജോബ് മഠത്തിൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു യുവ സംവിധായകനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. മരുതം തിയേറ്റർ ഗ്രൂപ്പ് ആലപ്പുഴയാണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ പാലക്കാട് ജില്ലയിലെ തന്നെ ആദ്യത്തെ അവതരണം എന്ന് വേണമെങ്കിൽ ഈ നമ്മുടെ ഫെസ്റ്റിവലിലെ അവതരണത്തിനെ പറയാൻ വേണ്ടി സാധിക്കും. പിന്നീടുള്ളത് കൊളത്തൂർ നിന്നുള്ള ലിറ്റിൽ എർത്ത് തിയേറ്റർ ഗ്രൂപ്പിന്റെ കുഹു എന്ന് പറയുന്ന നാടകമാണ്. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് അരുൺ ലാൽ എന്ന് പറയുന്ന ഇപ്പോൾ അറിയപ്പെടുന്ന നാടക സംവിധായകരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അരുൺ ലാൽ. അതിനെ തുടർന്ന് നമ്മൾ ഒരു ലഘുനാടകം ഷൊർണൂർ ജനബേരിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ലഘുനാടകം ഭൂതക്കണ്ണാടി എന്നുള്ള പേരിൽ രണ്ടാമത്തെ ദിവസം അവതരിപ്പിക്കും. പിന്നെയുള്ളത് ഒരു മ്യൂസിക്കൽ കൺസേർട്ട്, ഒരു സെഷനാണ്. അതിൽ തിയേറ്റർ മ്യൂസിക്കുകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു 1 hour മ്യൂസിക് കൺസേർട്ടാണ്. അത് സൂരജ് സന്തോഷ്, പിന്നണി ഗായകനായിട്ടുള്ള സൂരജ് സന്തോഷ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റൂട്ട്സ് തിയേറ്റർ മ്യൂസിക് എൻസംബിൾ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഗ്രൂപ്പാണ് അത് അവതരിപ്പിക്കുന്നത്. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫെസ്റ്റിവൽ സംഘാടക സമിതി കൺവീനർ KC ജിതിൻ, ഫെസ്റ്റിവൽ ഡയറക്ടർ അഭിമന്യു വിനയകുമാർ, സംഘാടക സമിതി അംഗങ്ങളായ ER സ്റ്റാലിൻ, KP പ്രിജിത്ത് എന്നിവർ പങ്കെടുത്തു. 2025-2026 സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കടമ്പഴിപ്പുറം സ്വദേശിനി B അഞ്ജനയെ കടമ്പഴിപ്പുറം സാംസ്കാരിക വേദി അനുമോദിച്ചു. കടമ്പഴിപ്പുറം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന അനുമോദന സദസ്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന ഉദ്ഘാടനം ചെയ്തു. 10 ലക്ഷത്തോളം പേര് എക്സാം എഴുതി 1000 പേര് മാത്രം റാങ്ക് ലിസ്റ്റിൽ വരുന്ന അത്രയും കഠിനമായ പരീക്ഷയും അതുപോലെ തന്നെ കഠിന അധ്വാനവും ലക്ഷ്യബോധവുമുള്ള ആളുകൾക്ക് മാത്രമാണ് ആ വിജയം കൈവരിക്കാൻ കഴിയൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ സാധാരണ ഞാനൊക്കെ 10ാം ക്ലാസ് പാസ്സായി ആ സമയത്ത് തന്നെ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വന്ന് ഇപ്പോൾ +2 പിന്നീടാണ് എഴുതി പാസ്സായത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ മുന്നിൽ IAS കാരിയൊക്കെ അനുമോദിക്കുക എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എന്നേക്കാൾ കൂടുതൽ അറിവും കഴിവും പ്രാപ്തരായ ആളുകൾ എനിക്ക് മുന്നിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ ഒരു നമ്മുടെ വള്ളുവനാടൻ സംസ്കാരത്തെ നന്മയോടുകൂടി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അതിൽ ഉൾപ്പെട്ട ഒട്ടേറെ പേർ ജോലി റിട്ടയർമെന്റ് കഴിഞ്ഞ് വീട്ടിലിരിക്കാതെ ഒരു കൂട്ടം ആളുകളെ ഉപയോഗപ്പെടുത്തി അതിന്റെ എല്ലാ സംസ്കാരത്തെയും നിലനിർത്തിക്കൊണ്ട് 5 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കടമ്പഴിപ്പുറം ഗ്രാമത്തിന് തന്നെ അഭിമാനമായ IAS നേടിയ കുട്ടിയെ അഭിനന്ദിക്കുവാൻ സാംസ്കാരിക വേദി പ്രസിഡന്റ് വിമൽ ഗോപുരം അധ്യക്ഷനായി. റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് IPS മുഖ്യാതിഥിയായിരുന്നു. സാംസ്കാരിക വേദി സെക്രട്ടറി സതീഷ് NK, അഞ്ജന വിദ്യാഭ്യാസം ചെയ്ത ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ രമേശ് ബാബു KS, ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ പൗളിൻ OP, ഫാദർ സജി, സാംസ്കാരിക വേദി ട്രഷറർ നാരായണൻ മൂസദ്, അഞ്ജനയുടെ പിതാവും പ്രാദേശിക ചരിത്രകാരനും അധ്യാപകനുമായ പള്ളിക്കരക്കളം ബാലൻ എന്നിവർ സംസാരിച്ചു.
സാംസ്കാരിക വേദിയുടെ സംഗീത കൂട്ടായ്മയായ ദേവകാന്താരം മ്യൂസിക് ഗ്രൂപ്പിലെ അംഗങ്ങളായ അഭിരാമി, ആർദ്ര, ആര്യ എന്നിവർ സ്വാഗതഗാനം ആലപിച്ചു. അഞ്ജനയും ഋഷിരാജ് സിംഗ് IPSഉം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുമായും ഉദ്യോഗാർത്ഥികളുമായും സംവദിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച സംസ്ഥാന സ്പോർട്സ് മീറ്റിൽ വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണം ഞായറാഴ്ച നടക്കും. രാവിലെ 11-ന് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് സമ്മാനദാനം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 10 മുതൽ 25 വരെ 3 ഘട്ടങ്ങളിലാണ് സംസ്ഥാന സ്പോർട്സ് മീറ്റ് നടത്തിയത്. ഇതിലെ വിജയികൾക്കാണ് ഞായറാഴ്ച പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. രാവിലെ 11-ന് മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. ഒളിമ്പ്യൻ ലിജോ ഡേവിഡ് തോട്ടാൻ മുഖ്യാതിഥിയാകും. കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ കായിക മേഖലയിലെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സ്പോർട്സ് മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുമായി വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് സ്കോളർഷിപ്പ് അനുവദിക്കണമെന്നും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്പോർട്സ് കമ്മിറ്റി ജനറൽ കൺവീനറും സിൻഡിക്കേറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് G. സുഗുണൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഏറ്റവും നല്ല റീജിയണൽ സെന്റർ യൂണിവേഴ്സിറ്റി 5 മേഖലയായിട്ടാണ് യൂണിവേഴ്സിറ്റിയെ വിഭജിച്ചിരിക്കുന്നത്. ഈ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി 5 അതിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് പുലർത്തി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് പട്ടാമ്പി റീജിയണൽ സെന്ററാണ്. അതിന് എവർ റോളിംഗ് ട്രോഫി നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ MLA ആയിട്ടുള്ള ശ്രീ മുഹമ്മദ് മുഹസിനാണ് കൊടുക്കുന്നത്. വൈസ് ചാൻസലർ ഡോക്ടർ ജഗതി രാജ് യോഗത്തിൽ അധ്യക്ഷം വഹിക്കും. അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്ന ഒളിമ്പ്യൻ ശ്രീ ലിജോ ഡേവിഡ് തോട്ടൻ പങ്കെടുക്കുന്നുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങളായ G. സുഗുണൻ, VP പ്രശാന്ത്, റെനി സെബാസ്റ്റ്യൻ, രജിസ്ട്രാർ ഡോക്ടർ അഭിലാഷ് ബാബു, പട്ടാമ്പി SNGS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രശ്മി AR, നമ്മുടെ റീജിയണൽ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ജോജോ മോൻ NA തുടങ്ങിയവർ ഈ ചടങ്ങിൽ സംസാരിക്കും. പ്രൊഫസർ ഡോക്ടർ ജോജോ മോന, ഡോക്ടർ KP രാജേഷ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ധനകാര്യ മേഖലയിൽ മികച്ച സേവനങ്ങളുമായി മുന്നേറുന്ന ST ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് 22ാം വാർഷിക നിറവിൽ ഉപഭോക്താക്കളെ ചേർത്ത് പിടിച്ച് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായാണ് ST ഗ്രൂപ്പ് 22ാം വാർഷികം ആഘോഷിച്ചത്. രണ്ടു പതിറ്റാണ്ട് മുമ്പ് ചെർപ്പളശ്ശേരി ചിറ്റ്സ് ആൻഡ് കുറീസ് എന്ന പേരിൽ ആരംഭിച്ച് വർഷങ്ങൾക്കിപ്പുറം 3 ജില്ലകളിലായി 30ഓളം ബ്രാഞ്ചുകളിലേക്ക് വ്യാപിച്ച ധനകാര്യ മേഖലയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന സംരംഭമായി മാറിയ ST ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ 22ാം വാർഷികമാണ് വ്യത്യസ്തമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി ആഘോഷിച്ചത്. സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് എന്നും മുതൽക്കൂട്ടായ ഉപഭോക്താക്കളെ ചേർത്തുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ബ്രാഞ്ചിൽ നിന്നും തിരഞ്ഞെടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന 101 ഉപഭോക്താക്കൾക്ക് ധനസഹായവും 300ഓളം വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റുമാണ് ST ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. ഒരുപാട് സന്തോഷമുണ്ട്. ചെറിയ രീതി ഈ ചെറുപ്പശ്ശേരി ഞാൻ ആരാന്നുള്ളത് ഇവിടെ ചില വ്യക്തികൾക്ക് എൻ്റെ ചെറുപ്പം കൂടുതൽ ആൾക്കാർക്ക് അറിയാം. അല്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ചു വന്ന ഇത്രയും ഒരു വലിയൊരു സ്ഥാപനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ എനിക്കും എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒറ്റയ്ക്കുള്ള കഴിവ് മാത്രമല്ല, എൻ്റെ സ്റ്റാഫുകളുടെ, എൻ്റെ കൂടെയുള്ള ആളുകളുടെ, എൻ്റെ നാട്ടുകാരുടെ, എൻ്റെ ഡെപ്പോസിറ്റർമാരുടെ, എൻ്റെ ലോൺ കസ്റ്റമേഴ്സിന്റെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും എല്ലാം കൊണ്ടും മാത്രമാണ് ഞങ്ങൾ ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ചെയർമാൻ കൃഷ്ണപ്രസാദിന്റെയും മാനേജിംഗ് ഡയറക്ടർ സിനി പ്രസാദിന്റെയും ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ന് ഗ്രാമസുരക്ഷാ നിധി ലിമിറ്റഡ്, ഗ്രാമസുരക്ഷാ ഇൻ്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ, ഷിംല ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സർവീസസ് എന്നിങ്ങനെ വിവിധ കമ്പനികളായി കേരളത്തിലെ അറിയപ്പെടുന്ന ധനകാര്യ സ്ഥാപനമായി മാറാൻ ST ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് സാധിച്ചിട്ടുണ്ട്.
വൈകാതെ തന്നെ 100-ൽ-അധികം ബ്രാഞ്ചുകളുമായി ഒരു സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്ന രൂപത്തിലേക്ക് വളരാനാണ് SD ഗ്രൂപ്പ് ഓഫ് കമ്പനി ലക്ഷ്യം വയ്ക്കുന്നതെന്നും എല്ലാ കാലത്തും ഉപഭോക്താക്കളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് ഊന്നൽ നൽകുമെന്നും SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ സിനി പ്രസാദ് പറഞ്ഞു. മെയ് 16-ാം തീയതി SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സ്ഥാപക ദിനമാണ്. 22 വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്റ്റാഫും 20 കസ്റ്റമറുമായി തുടങ്ങിയ ഞങ്ങളുടെ ജേണി ഇന്ന് 22 വർഷമായി നിൽക്കുമ്പോൾ 30-ൽ പരം ശാഖകളും 200-ൽ പരം സ്റ്റാഫും ലക്ഷത്തിൽ പരം കസ്റ്റമറുമായി ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ഇനിയും ഈ വളർച്ച ഒന്നുമല്ല, ഇനിയും ഒരുപാട് ഞങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. അതിന് നമ്മളെ സഹായമായി നിൽക്കുന്ന നമ്മുടെ എല്ലാ സ്റ്റാഫുകൾക്കും കസ്റ്റമർക്കും ഈ വേളയിൽ ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് 100-ൽ പരം ബ്രാഞ്ചുകളും ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കുറേ പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ പറയുന്നുണ്ട്. NCD, സബ് ഡെപ്റ്റ്, വെഹിക്കിൾ ലോൺ, ഗോൾഡ് ലോൺ, FD, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഇതെല്ലാം നമ്മുടെ പ്രൊഡക്റ്റുകളാണ്. പിന്നെ മോർഗേജ് ലോണ്, മഹിളാ യോജന സ്കീം, ഇതെല്ലാം നമ്മുടെ പ്രൊഡക്റ്റുകളാണ്. സമൂഹത്തിൽ എങ്ങനെ നമുക്ക് ഒരു സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവരെയും കൊണ്ട് ശീലിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഭാവി സുരക്ഷിതമാക്കാം എന്നുള്ളതാണ് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അവയർനെസ്. അതുവഴി അവരെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും നമ്മുടെ സ്ഥാപനത്തിന് ഇന്നോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരും വർഷങ്ങളിലും ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയിരിക്കുകയാണ്. എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ നാട്ടുകാരുടെയും എല്ലാ ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്കും കസ്റ്റമർക്കും ഞാൻ ഈ വേളയിൽ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ ഇനി നമ്മൾ 100 ബ്രാഞ്ചുകളാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് ആവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. മദ്ദള കലാകാരൻ ചെർപ്പശ്ശേരി ശിവൻ, SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ലൈസൺ ഓഫീസർ അഡ്വക്കേറ്റ് ബെന്നി വർഗീസ്, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് രാഹുൽ, ജനറൽ മാനേജർ സജീഷ്, MFI ഹെഡ് സജിത്ത്, സീനിയർ മാനേജർ നന്ദകുമാർ, ക്ലസ്റ്റർ മാനേജർ വിനോദ്, കോർപ്പറേറ്റ് സെക്രട്ടറി ദീപ, റിക്കവറി ഹെഡ് ഇക്ബാൽ, സീനിയർ സ്റ്റാഫ് ബിന്ദു, ഗീതു തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന 3 കേന്ദ്രങ്ങളിൽ ശനിയാഴ്ച ശുചീകരണം നടത്തി. അലനല്ലൂർ ചന്തപ്പടിയിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി നിർവഹിച്ചു. വർഷകാലത്തിന് മുന്നോടിയായി പകർച്ചവ്യാധികൾ തടയുന്നതിനും പൊതുയിടങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിനുമായാണ് മാലിന്യമുക്തം മനോഹരം അലനല്ലൂർ എന്ന പരിപാടിക്ക് രൂപം നൽകിയത്. പഞ്ചായത്തിലെ പ്രധാന 3 കേന്ദ്രങ്ങളായ അലനല്ലൂർ ടൗൺ, കർക്കിടാംകുന്ന്, എടത്തനാട്ടുകര എന്നിവിടങ്ങളിൽ ശനിയാഴ്ച ശുചീകരണം നടത്തി. കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ, വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ശുചീകരണത്തിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം അലനല്ലൂർ ടൗൺ പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി നിർവഹിച്ചു. കാരണം മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പകർച്ചപ്പനികളും അതേപോലെ അസുഖങ്ങളും നമുക്ക് വരും. ആ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ ഒരു സന്ദേശം നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിലും നമ്മുടെ പരിസരത്തൊക്കെയുള്ള ആളുകൾക്ക് എത്തിച്ച് നമ്മൾ താമസിക്കുന്ന വീടും നമ്മുടെ ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അസുഖങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കളപ്പം രാധാകൃഷ്ണൻ അധ്യക്ഷനായി. കർക്കിടാംകുന്നിലെ ശുചീകരണ പ്രവൃത്തികൾക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറിയ ആമ്പുകാട്ടിലും, എടത്തനാട്ടുകരയിലെ ശുചീകരണ പ്രവൃത്തികൾക്ക് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബഷീർ പടുകുണ്ടിലും നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ വിദ്വേഷ പ്രചാരണം നടത്തി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാൽ വിലപ്പോവില്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. മുസ്ലിം ലീഗിന്റെ മതേതര നിലപാട് കേരളം അംഗീകരിച്ചതാണെന്നും അവർ ദുർബലരായാൽ ആ സ്പേസിൽ മറ്റുള്ളവർ കടന്നുവരുമെന്നും VD സതീശൻ. പുതിയ UDF സർക്കാരിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ. വിദ്യാഭ്യാസ വകുപ്പ് നൽകിയേക്കുമെന്ന് സൂചന. ഷംസുദ്ദീൻ മന്ത്രിയാകുന്നതിന്റെ ആഹ്ലാദത്തിൽ മണ്ണാർക്കാടും സ്വന്തം നാടായ തിരൂരും. പോലീസ് കുറ്റപത്രം സമർപ്പിച്ചില്ല. അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളി ആൾക്കൂട്ട ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട കേസിലെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. റിമാൻഡിൽ 90 ദിവസം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് മണ്ണാർക്കാട് SC/ST കോടതി പ്രതികൾക്ക് ജാമ്യം നൽകിയത്.
പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന തുടങ്ങി മോട്ടോർ വാഹന വകുപ്പ്. വേഗപ്പൂട്ട്, GPS, ഫസ്റ്റ് എയ്ഡ് എന്നിവ നിർബന്ധം. ബസ് ഡ്രൈവർമാർക്ക് പ്രത്യേക സുരക്ഷാ പരിശീലനവും നൽകും. കുമരമ്പത്തൂരിൽ പഞ്ചായത്ത് ഭരണസമിതിയും പാർട്ടിയും തമ്മിൽ ഭിന്നിപ്പില്ലെന്ന് CPM. പഞ്ചായത്ത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറുകാരനെ വഴിവിട്ട് പണം നൽകരുതെന്ന മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും അപവാദ പ്രചരണത്തിന് പിന്നിൽ തൽപര കക്ഷികളെന്നും നേതാക്കൾ. 2.5 കോടി രൂപ വിനിയോഗിച്ച് നവീകരിച്ച റോഡ് 2 മാസം തികയും മുമ്പേ തകർന്നു. കരിമ്പുഴ കൂട്ടിലക്കടവ് റോഡിലാണ് വൻഗർത്തം രൂപപ്പെട്ടത്. റോഡിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.